കേരള പി.എസ്.സി എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വർഷങ്ങൾ പഠിക്കുക എന്നുള്ളത്. വർഷങ്ങൾ പഠിക്കാതെ പി.എസ്.സി എക്സാമിനേഷന് പോകാൻ സാധിക്കില്ല. അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് 1, 2, 3 മാർക്ക് വരെ നഷ്ടപ്പെട്ടേക്കാം. ഓരോ മാർക്കുകളും ഗോൾഡ് കോയിനാണ് പി.എസ്.സി എക്സാമിനെ സംബന്ധിച്ച്. ഓരോ മാർക്കും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുകയും അതിനെ സംബന്ധിച്ച് ജോലി നേടുക എന്നുള്ള ആ ലക്ഷ്യത്തെ സാധൂകരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ പഠിക്കാതെ കേരള പി.എസ്.സി എക്സാമിനേഷൻ ആർക്കും പോകാൻ സാധിക്കുകയില്ല. വർഷങ്ങൾ പഠിക്കുക എന്നത് വലിയ കടമ്പയായിട്ടാണ് ആളുകൾ ധരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, വളരെ ഈസിയാണ്. നമുക്ക് ചില ട്രിക്കുകളിലൂടെ നമുക്കത് പഠിക്കാവുന്നതാണ്. അതിന് നമ്മൾ സ്വയം അത് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടുള്ള ആ ഭയത്തെ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. സാധിക്കാത്തതായിട്ടൊന്നും തന്നെയില്ല. കേരള പി.എസ്.സിയെ സംബന്ധിച്ച് വർഷങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് LDC എക്സാമിനേഷന് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയത് കൊണ്ട് തന്നെ വർഷങ്ങളോടൊപ്പം ചിലപ്പോൾ നമുക്ക് ആ തീയതിയും അതുപോലെ തന്നെ മാസവും പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ LGCയിലേക്ക് വരുന്ന സമയത്ത് വർഷങ്ങൾ മാത്രം പഠിച്ചാലും ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേക്കാം. അപ്പോൾ LDC എക്സാമിനേഷനെ സംബന്ധിച്ച് വർഷങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കേരളക്കാരനല്ലേ, മലയാളിയല്ലേ എന്ന് കരുതികൊണ്ട് കേരളത്തിലെ മാത്രം പഠിച്ചു പോയാൽ നടക്കുകയില്ല. കാരണം കേരള ചരിത്രം മാത്രം പഠിച്ചാൽ മതിയാവോ, വർഷങ്ങളൊക്കെ കേരള ചരിത്രത്തിലല്ലേ പഠിക്കാനുള്ളത് എന്ന് ചില തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല. ഒരിക്കലും വർഷങ്ങൾ പഠിക്കാനുള്ളത് കേവലം ഹിസ്റ്ററിയിൽ മാത്രമല്ല. വർഷങ്ങൾ നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാനുണ്ടാവും. കറണ്ട് അഫയേഴ്സിലും ഒരുപാട് വർഷങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. ഇനി ഹിസ്റ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഇന്ത്യൻ ചരിത്രം മാത്രമാണോ, കേരള ചരിത്രം മാത്രമാണോ? അല്ല, ലോക ചരിത്രവും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യം ആരംഭിക്കേണ്ടത് ലോക ചരിത്രത്തിൽ നിന്നാണ്. ലോക ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1668 നടന്ന മഹത്തായ വിപ്ലവം, അതുമുതൽ ഒരുപാട് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മഹത്തായ ഒരുപാട് വിപ്ലവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അമേരിക്ക വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം തുടങ്ങിയ ഒരുപാട് വിപ്ലവങ്ങളുണ്ട്. ആ വിപ്ലവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിൻ്റെയും ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ അതിന് നേതൃത്വം കൊടുത്ത ഒരുപാട് നേതാക്കളുണ്ട്. ഇപ്പോൾ സെൻ യാത്സനെ പോലെയുള്ള ആളുകൾ ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട്, മാവോ സേതുങ് ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട്, കാറൽ മാർക്സ് ഉണ്ട്, അതുപോലെ ലെനിൻ ഉണ്ട്, സ്റ്റാലിൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് വിപ്ലവങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹിറ്റ്ലർ, മുസോളിനി തുടങ്ങിയവർ അവർ പങ്കെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഡേറ്റുകൾ പഠിക്കാൻ ഉണ്ടാകും. അവരുടെയൊക്കെ മരണം നടന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നെപ്പോളിയനെ കുറിച്ച് പഠിക്കാനുണ്ടാവും. ഭരണത്തിൽ വന്ന അധികാരികൾ, ആ വർഷങ്ങൾ പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി തുടങ്ങിയ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ പഠിക്കാൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ട് വരും. അതായത് ലോക ചരിത്രത്തിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ഒരുപാട് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടം, അതിൽ ഒരുപാട് ഡേറ്റുകൾ വരും. അതിനുശേഷം സ്വതന്ത്രമായതിനു ശേഷം വരുന്ന ഒരുപാട് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ജഹാംഗീർ, ഷാജഹാൻ, അക്ബർ ചക്രവർത്തി തുടങ്ങി ഒരുപാടുണ്ടായിരുന്നു മുഗളന്മാർ. ഇപ്പോൾ അത് സിലബസിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചു വരികയാണെങ്കിൽ അതിലും ഒരുപാട് ഡേറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡേറ്റുകൾ വരുന്നുണ്ട്. അതിനുശേഷം 1885 INC ഉണ്ടാക്കിയല്ലോ, അതായിട്ട് ബന്ധപ്പെട്ട് അത് സമ്മേളിച്ച ഒരുപാട് ഡേറ്റുകൾ, അത് എവിടെയൊക്കെ സമ്മേളിച്ചു അതായിട്ട് സംബന്ധിച്ചിട്ട് ഒരുപാട് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സ്വതന്ത്രമായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ, സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നടന്ന ഒരുപാട് സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുൻപ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപ് ഒരുപാട് ഡേറ്റുകൾ പഠിക്കേണ്ടതായി. സ്വാതന്ത്ര്യ സമര സേനാനികളെ സംബന്ധിക്കുന്ന ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. അവരുടെയൊക്കെ വിപ്ലവങ്ങൾ, അവരൊക്കെ നേതൃത്വം കൊടുത്ത പല പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ വന്ന ഡേറ്റുകൾ പഠിക്കാനുണ്ടാവും. ആ പ്രസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെതായ ഡേറ്റുകൾ പഠിക്കാനുള്ളതായിട്ടുണ്ടാവും. അതിനുശേഷം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റുകൾ പഠിക്കാനുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ, രാജാറാം മോഹൻ റോയ്, അതുപോലെ ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. ഈ കേരള ചരിത്രത്തിലേക്ക്, ഈ കേരള ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ്. ആ കേരളത്തിൻ്റെ ഉത്ഭവം, മുൻപ് വേണാട്, ദേശിംഗനാട്, മുസിരിസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു.
അപ്പൊ അതിനു മുൻപ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു സ്ട്രക്ചർ തെക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മധ്യഭാഗത്ത് അറിയപ്പെട്ടിരുന്നത് കൊച്ചി എന്നാണ്. അതിനു മേലെ മലബാർ എന്നാണ് വടക്കൻ ഭാഗത്തെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ മൂന്നായിരുന്നു കേരളത്തിന്റെ ഒരു സ്ട്രക്ചർ. അതായിട്ട് ആ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ വർഷങ്ങൾ പഠിക്കാനുണ്ട്. 1956 നവംബർ 1-നാണല്ലോ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ടുള്ളത്. ഫസൽ അലി കമ്മിറ്റി, ആ ഫസൽ അലി കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കുന്നത്. ആ കേരളത്തോടൊപ്പം വന്ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപീകൃതമായത്. അത് സംബന്ധിച്ച് അതിനുശേഷം വരുന്ന കേരളത്തിലെ ഒരുപാട് കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അതായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ. ഇതിനു മുൻപ് കേളപ്പനും AKG തുടങ്ങിയ ആളുകൾ നേതൃത്വത്തിൽ നടത്തിയ ജാഥകളുണ്ട്. പല സമരങ്ങൾ, വൈക്കം സത്യാഗ്രഹം, അതുപോലെ കേരള ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, അങ്ങനെ തുടങ്ങി ഒരുപാട് കലാപങ്ങൾ, വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ അതായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പഴശ്ശിയെ സംബന്ധിച്ച്, അതുപോലെ വേലുത്തമ്പി ദളവയെ സംബന്ധിച്ചുള്ള ഒരുപാട് ഡേറ്റുകൾ, വർഷങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 1729 മാർത്താണ്ഡവർമ്മയിൽ ആരംഭിച്ച് 1949 ചിത്തിര തിരുനാളിൽ വരെ എത്തി നിൽക്കുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങൾ, അതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, തൃപ്പടിദാനം നടന്ന വർഷങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അത് കൂടാതെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരൊക്കെ രൂപീകരിച്ചിട്ടുള്ള, ഇപ്പോൾ KP കറുപ്പിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് സഭകൾ, സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ആ സംഘടനകളിലേക്ക് വന്ന വർഷങ്ങൾ പഠിക്കാനുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡേറ്റുകൾ, വർഷങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആണെങ്കിൽ ഒരുപാട് ഡേറ്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത് മുതൽ 1928 അദ്ദേഹം സമാധിയാകുന്നത് വരെ ഇടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ, അതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റുകൾ, വർഷങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആണെങ്കിൽ ഇപ്പോൾ SNDP 1903 SNDP രൂപീകൃതമായത്, 1888 1924 അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയതായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് ഡേറ്റുകൾ, അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുള്ള പ്രശസ്തരായ വ്യക്തികൾ അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുള്ള വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേരുംപടി ചേർക്കുക എന്നൊരു ഓപ്ഷനിൽ അത് വരാറുണ്ട്. അപ്പോൾ 1882 അദ്ദേഹത്തിന്റെ ആദ്യ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുന്നത്. 1882 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കാണുന്നു. 1891 ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടുന്നുണ്ട്. 1895 ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവിനെ കാണുന്നത്. 1912 ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. 1914 വാഗ്ഭടാനന്ദനെ ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു സന്ധിക്കുന്നത്. 1916 രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നുണ്ട്. 1922 ടാഗോറിനെ ശ്രീനാരായണ ഗുരു കാണുന്നത്. അന്ന് ദ്വിഭാഷിയായിട്ടുണ്ടായിരുന്നത്, അതായത് അവരുടെ സംവാദം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടായിരുന്നത് കുമാരനാശാനായിരുന്നു. 1925 ശ്രീനാരായണ ഗുരു കാണുന്നത് സാക്ഷാൽ ഗാന്ധിജിയെയാണ്. അന്ന് ദ്വിഭാഷിയായിട്ടുള്ളത് ഒരു N കുമാരൻ എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ ഇത്തരം ഡേറ്റുകൾ ഒരുപാടുണ്ട്. അതുപോലെ ഗാന്ധിജി കേരളം സന്ദർശിച്ച 5 വർഷങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1920 ഗാന്ധിജിയുടെ ആദ്യമായിട്ടുള്ള കേരള സന്ദർശനം. 1920 ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം വരുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ വരുന്നത് ആ പ്രസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും വലിയ 2 അലി സഹോദരന്മാരാണ് അത് ആരംഭിക്കുന്നത്. ആ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം വരുന്നതെല്ലാം പറയുകയാണെങ്കിൽ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അത് തുർക്കിയായിട്ട് ബന്ധപ്പെട്ടതാണ്, അവിടുത്തെ ഒരു ഖലീഫ രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് അനുകൂലം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് ആ ഒരു സംഘടന. അതിലെ ഷൗക്കത്ത് അലിയാണ്, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്ന 2 അലി സഹോദരന്മാരാണ് അത് ആരംഭിക്കുന്നത്. അതിൽ ഷൗക്കത്ത് അലിയാണ് ഗാന്ധിജിയുടെ കൂടെ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രചരണത്തിനായിട്ട് 1920 കോഴിക്കോടിലേക്ക് ഗാന്ധിജി വരുന്നത്. അവിടെ കോഴിക്കോടാണ് അദ്ദേഹം ആദ്യം വണ്ടി ഇറങ്ങുന്നത്. ആ കോഴിക്കോടാണ് ഗാന്ധിജിയുടെ ആദ്യ പ്രസംഗം നടക്കുന്നത്. അപ്പോൾ 1920 ആദ്യ ഗാന്ധിജിയുടെ കേരള സന്ദർശനം. പിന്നീട് 1925 വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി വരുന്നത്. 1927 ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് അദ്ദേഹത്തിന്റെ തെന്നിന്ത്യൻ ടൂറിന്റെ ഭാഗമായിട്ടാണ്, തെക്കേ ഇന്ത്യയിലെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. 1934 അദ്ദേഹം വരുന്നത്
ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരിക്കുന്നതിനായിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൗസല്യ ടീച്ചർ അദ്ദേഹത്തിന് വള ഊരി കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വെറും ക്ലാസ്സുകളിൽ പഠിക്കാം. അതിനുശേഷം 1937 അഞ്ചാമത്തെയും അവസാനത്തെയും ഗാന്ധിജിയുടെ കേരള സന്ദർശനം. അത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം ചിത്രത്തിരുനാൾ പുറപ്പെടുവിച്ചിരുന്നല്ലോ. ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് ഗാന്ധിജി അവസാനം വരുന്നത്. തൻ്റെ ഒരു തീർത്ഥയാത്ര എന്നാണ് ആ ഒരു കേരള സന്ദർശനം അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരുപാട് ഡേറ്റുകൾ, കെ കേളപ്പൻ നേരത്തെ പറഞ്ഞു, അവരെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെയൊക്കെ പ്രവൃത്തികൾ, അവരൊക്കെ നടത്തിയിട്ടുള്ള വിപ്ലവങ്ങൾ, അതായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതായിട്ട് ബന്ധപ്പെട്ടതും അവരൊക്കെ രൂപീകരിച്ചിട്ടുള്ള സംഘടനകളായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഡേറ്റുകൾ ഇങ്ങനെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞു, കേരള ഹിസ്റ്ററി പറഞ്ഞു, വേൾഡ് ഹിസ്റ്ററി പറഞ്ഞു. ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് ഡേറ്റുകളുണ്ട്. ഇനി ഇതിൽ മാത്രമല്ല, ഇപ്പോൾ ഹിസ്റ്ററി മാത്രമല്ല, ജിയോഗ്രഫിയിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഡേറ്റുകൾ പഠിക്കാനുണ്ട്. തണ്ണീർത്തടം, ഇതൊക്കെ ജിയോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ ഓസോൺ പാളി, അതായിട്ട് ബന്ധപ്പെട്ട സംഘടനകളുണ്ട്. ഇനി വന നിയമം, അങ്ങനെയുള്ള കുറച്ച് വനമായിട്ട് ബന്ധപ്പെട്ടത്, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഘടനകളുണ്ട്, ഇന്റർനാഷണൽ സംഘടനകളുണ്ട്. അതൊക്കെ സ്ഥാപിതമായതും അവരുടെയൊക്കെ പ്രവൃത്തികൾ, അവരുടെയൊക്കെ മീറ്റിങ്ങുകളിലേക്ക് ഒരുപാട് ഡേറ്റുകളുണ്ട്. G7 ഉച്ചകോടി, G20 ഉച്ചകോടി, അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഡേറ്റുകളുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സിൽ അറിയാമല്ലോ, ക്രിക്കറ്റ് വേൾഡ് കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏഷ്യൻ ഗെയിംസ്, ഒരുപാട്. പിന്നെ അവാർഡുകൾ, അതിൻ്റെയൊക്കെ ചില സമയത്ത് നമുക്ക് ഡേറ്റുകൾ നോക്കേണ്ടതായിട്ട് വരുന്നത്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, അതുപോലെ തന്നെ മംഗൾയാൻ, ആദിത്യ L1, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നാസയും തുമ്പയിൽ നിന്നും, അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്നൊക്കെ വിക്ഷേപിച്ചിട്ടുള്ള വിക്ഷേപണങ്ങൾ, അതിൻ്റെയൊക്കെ ഡേറ്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിലാണെങ്കിലും ശരി, നമുക്കൊരുപാട് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡേറ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റുകൾ പഠിക്കാതെ ഒരാൾക്കും PSC എക്സാമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് LDC എക്സാമിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡേറ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ചില കാര്യങ്ങളിൽ നമുക്ക് വർഷം മാത്രം പഠിച്ചാൽ മതിയാവും. അല്ലാത്ത ചില കാര്യങ്ങളിൽ നമുക്ക് വർഷവും തീയതിയും അതോടൊപ്പം തന്നെ മാസവും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുന്ന സമയത്ത് പഴശ്ശി കൊല്ലപ്പെട്ട സംഭവം, അതിനെ പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ ആ ഒരു വർഷം 1805 എന്ന് മാത്രം പഠിച്ചാൽ പോരാ. 1805 നവംബർ 10 എന്ന് തന്നെ പഠിക്കണം. അതുപോലെ ഇപ്പോൾ വാസ്കോഡിഗാമയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് 1498 മെയ് 20 ആണ് വാസ്കോഡിഗാമ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങിയത് എന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച് വേലുത്തമ്പി ദളവയാണ്. അത് ആ ഡേറ്റ് പഠിക്കുന്ന സമയത്തും 1809 ജനുവരി 11 എന്ന് തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചിലതിൻ്റെ തീയതിയും മാസവും വർഷവും പഠിക്കേണ്ടതായിട്ട് വരും. എന്തു തന്നെയായാലും PSC പരീക്ഷ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് വർഷങ്ങൾ പഠിക്കുക എന്നത് ഒരു ചെറിയ കടമ്പ തന്നെയാണ്. എങ്കിലും അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആവുക എന്നതാണ് ആദ്യത്തെ കടമ്പ. മനസ്സുകൊണ്ട് ഒരു നിമിഷം, ഞാൻ ഉദാഹരണം പറഞ്ഞുവല്ലോ, അതായത് വർഷവും മാസവും അതുപോലെ ആ ഒരു തീയതിയും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾക്ക്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് അത് ഒഴിച്ചുകൂടാൻ ആവാത്തതാണ്. വർഷം മാത്രം പഠിച്ചാൽ പോരാ എന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പഴശ്ശി രാജയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. അത് 1805 നവംബർ 30 എന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ നവംബർ 10 എന്നോ പറഞ്ഞു എന്ന് തോന്നുന്നു. നവംബർ 10 വരുന്നത് 1921, നവംബർ 10 വരുന്നത് അത് വാഗൺ ട്രാജഡിയാണ്. അതും വിത്ത് ഡേറ്റ് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്, ഇയർ വിത്ത് ഡേറ്റ് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും അത് വർഷം വിത്ത് ഡേറ്റ് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചിപ്കോ പ്രസ്ഥാനം, അതുപോലെ തന്നെ അപ്പിക്കോ പ്രസ്ഥാനം, അതുപോലെ IUCN, റെഡ് ഡാറ്റ ബുക്കൊക്കെ പ്രസിദ്ധീകരിക്കുന്ന IUCN തുടങ്ങിയ അങ്ങനെ പരിസ്ഥിതി ഇതായിട്ട് ബന്ധപ്പെട്ട ഗ്രീൻ പീസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഘടനകളുണ്ട്. UN, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ഡേറ്റുകൾ ഒരുപാടുണ്ട്. എന്ത് തന്നെയായാലും ഒന്നുകൂടെ പറയാണ്, ഡേറ്റ് പഠിക്കാതെ സ്കിപ്പ് ചെയ്യരുത്. ഡേറ്റ് പഠിക്കാതെ PSC എക്സാം മുന്നോട്ട് പോകാൻ പറ്റില്ല, യാതൊരു സംശയമില്ലാത്തതാണ്. അത് പഠിക്കാനുള്ള ആ ഒരു ഐഡിയകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അത് 19/19 ഒരു ഫാൻസി നമ്പറാണ്, പഠിക്കാൻ ഈസിയാണ്. 19/19 ഏപ്രിൽ 13 അതിന് നമുക്കൊരു ഐഡിയ എന്ന് പറയുന്നത് 13 അതിൽ 3ഉം ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്, 4ആണ് കിട്ടുന്നത് അല്ലേ. ആ നാലിന് നമ്മൾ മാസത്തിന്റെ കണക്കെടുത്താൽ മതി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. അപ്പോൾ ഏപ്രിൽ എന്നുള്ള കിട്ടി. 19/19 ഏപ്രിൽ 13. ഈ ഏപ്രിൽ 13 എന്നുള്ളത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അത് കേരള ഉപ്പ് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരള ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1930 ഏപ്രിൽ 13. എന്നാൽ ദേശീയ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി യാത്രയെല്ലാം നടന്ന ദേശീയ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1930 മാർച്ച് 12. ഇത് പലപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതാണ്. കാരണം ദേശീയ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം കേരള തലത്തിൽ നടക്കുന്നത്. കേരളത്തിൽ പയ്യന്നൂരാണ്. കേരള എന്താണ് ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. അതുപോലെ തമിഴ്നാട്ടിലെ വേദാരണ്യം, കടപ്പുറത്തായിരുന്നു വേദാരണ്യം. ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. എന്താണ് ഇന്ത്യയുടെ ബോർഡർ പ്രദേശങ്ങളിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, നമുക്കെല്ലാം അറിയാം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന അദ്ദേഹം നടത്തിയിരുന്നു. ഇനി കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും അതുപോലെ പി കൃഷ്ണപിള്ളയാണ് നേതൃത്വം കൊടുത്ത ഉപ്പ് സത്യാഗ്രഹത്തിന്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ പരസ്പരം നമുക്ക് ചില വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഒരേ വർഷത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്നതുകൊണ്ട് നമുക്കത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം 1969. 1969 പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 10-13 കാര്യങ്ങൾ അതിൽ പഠിക്കാവുന്നതാണ്. അതിന് തന്നെ ഒരു ക്ലാസ് നമ്മൾ തരുന്നതാണ് ഒരു ദിവസം. 1969 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രത്യേകത, അന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ക്ലാസ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ 1969 ISR രൂപീകൃതമായത്. 1969 നമ്മുടെ KSFE രൂപീകൃതമായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരേ വർഷത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ 1891 പഠിക്കുന്ന സമയത്ത് നമുക്ക് 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ കിട്ടും. എതിർ മെമ്മോറിയലും അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലും, രണ്ടും ഒരു വർഷം തന്നെയാണ്. അതുപോലെ 1896 ഒന്നാം ഈഴവ മെമ്മോറിയൽ നടക്കുന്നത് 1896. അത് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കുന്നത്. 13,000-ലധികം ആളുകളാണ് അതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ 1896 അങ്ങ് ദേശീയ തലത്തിൽ വന്ദേമാതരം ആദ്യമായിട്ട് ടാഗോർ ആലപിക്കുന്നത്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെങ്കിലും പിൽക്കാലത്ത് നമ്മുടെ ദേശീയ ഗീതമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് കൽക്കത്ത INC സമ്മേളനത്തിൽ 1896. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡേറ്റുകൾ അതുപോലെ മാസങ്ങൾ നമുക്ക് പരസ്പരം കണക്ട് ചെയ്ത് പിടിക്കാവുന്നതാണ്. അതൊക്കെ വരും ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. എന്തായാലും ഒരിക്കലും ഡേറ്റുകൾ കണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് ഒരു ധൈര്യം തരികയാണ് നിങ്ങൾക്ക്.